ഉത്സവ ഘോഷയാത്രകളിൽ അതിതീവ്ര ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന DJ വാഹനങ്ങൾക്കും നിയമവിരുദ്ധമായ ഉച്ചഭാഷിണി ഉപയോഗത്തിനുമെതിരെ സംസ്ഥാന പോലീസ് മേധാവി കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എസൻസ് ഗ്ലോബൽ സൈലൻസ് ദ നോയ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ലഭിച്ച പരാതിയെ തുടർന്നാണ് DGPയുടെ ഈ സുപ്രധാന ഇടപെടൽ. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള ഉച്ചഭാഷിണി ഉപയോഗത്തിനെതിരെ ശക്തമായ നടപടിയുണ്ടാകും. സംസ്ഥാനത്തെ എല്ലാ സബ് ഡിവിഷൻ പോലീസ് ഓഫീസർമാർക്കും ഇത് സംബന്ധിച്ച അന്വേഷണത്തിനും തുടർ നടപടികൾക്കും നിർദ്ദേശം നൽകി. നിയമലംഘനം നടത്തുന്നവരുടെ ഉച്ചഭാഷണികളും മറ്റ് ശബ്ദോപകരണങ്ങളും പിടിച്ചെടുക്കാൻ പോലീസിനും റവന്യൂ അധികാരികൾക്കും അധികാരം നൽകിയിട്ടുണ്ട്. ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യും. നിലവിൽ ഇത്തരം കേസുകളിൽ ചെറിയ തുക മാത്രം പിഴ ഈടാക്കി വിട്ടയക്കുന്നതിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്താനാണ് നീക്കം. കൂടാതെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് 10,000 രൂപ പിഴയും ഈടാക്കും. ഉത്സവങ്ങൾക്ക് DJ സംവിധാനമുള്ള വലിയ ലോറികൾ എത്തിക്കുന്നതിൽ വലിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്തരം വാഹനങ്ങൾ പ്രധാനമായും എത്തുന്നത്. അതിതീവ്രമായ ശബ്ദം കാരണം വയോധികർ കുഴഞ്ഞു വീണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലം റൂറൽ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി തുടങ്ങിയതായും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി.